ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ട് ഒരു 4 ദിവസമായിട്ടുള്ളൂ. 4 ദിവസത്തിനുള്ളിൽ സാധനം വന്നു. പക്ഷേ ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ലൈക്ക് ഈ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ സ്റ്റാൻഡ് വരാൻ വേണ്ടി അത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. പക്ഷേ ആ സ്റ്റാൻഡ് വരാൻ വേണ്ടിയിട്ട് അങ്ങനെ 18, അതായത് ഈ ചൊവ്വാഴ്ച. അപ്പോൾ അത് ട്യൂസ്ഡേ വരത്തുള്ളൂ. നൈക്കയിൽ നിന്ന് കുറച്ച് സാധനം, പർപ്പിളിൽ നിന്ന് കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സും. ഇപ്പോഴും എനിക്കറിയാം, ഞാൻ ഓൺലൈനിൽ നിന്ന് ഫൗണ്ടേഷൻ തൊട്ട് എല്ലാം മേടിച്ചേക്കുന്നത്. ഇതൊക്കെ എൻ്റെ സ്കിൻ ടോണിന് പറ്റുമെന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഓർഡർ ചെയ്യാനുള്ള ഒരാഗ്രഹം കൊണ്ട് ഇങ്ങനെയൊക്കെയാണോ നമ്മൾ പഠിക്കുന്നത്. എപ്പോഴും പോയി മേടിച്ച് അങ്ങനെയൊന്നും എനിക്ക് പോയി നോക്കിയാലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഞാൻ മേടിക്കത്തുള്ളൂ. പിന്നെ ഞാൻ യൂട്യൂബിൽ നോക്കിയപ്പോൾ എൻ്റെ സ്കിൻ ടോണുള്ള ഒരാൾ ഏതാ യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ ചിലപ്പോൾ ഇതൊക്കെ പൊട്ടയായിരിക്കും, ഇതൊന്നും എനിക്ക് ചേരുന്ന ഷെയ്ഡേ ആയിരിക്കില്ല. പക്ഷെ എന്നാലും മേടിക്കാൻ ഒരാഗ്രഹം, അങ്ങനെ ഞാൻ മേടിച്ചു. നമുക്കപ്പോൾ അൺബോക്സ് ചെയ്യാം. 3 പാക്കേജസ് ആണുള്ളത്. നൈക്കയുടെ 1, അല്ല നൈക്കയുടെ 2, പിന്നെ പർപ്പിളിൻ്റെ എല്ലാം കൂടി ഒരു ബോക്സിൽ അങ്ങനെയാണ് വന്നേക്കുന്നത്. പക്ഷേ നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇവിടെ കീറിയിട്ടുണ്ട് പ്ലീസ്, കുഴപ്പമില്ല, ആരും എടുത്തിട്ടുണ്ടാവില്ല. സോ ആദ്യമായിട്ട് നമ്മൾ അൺബോക്സ് ചെയ്തപ്പോൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിൽ വന്ന പ്രോഡക്റ്റ് സ്വിസ് ബ്യൂട്ടിയുടെ മേക്കപ്പ് ഫിക്സറാണ്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആക്ച്വലി നമ്മൾ ഈ ഇടുക്കിയിൽ ഒരു ഏറ്റവും കൂടുതൽ ഭീഷണിയുള്ളതും ആൾക്കാർക്കൊട്ടും ഇഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്ന ഒച്ച. നമ്മൾ അവരെ ചീത്ത പറയുന്നതനുസരിച്ച് അതിങ്ങനെ വോളിയം റേസ് ചെയ്തുകൊണ്ടിരിക്കും. ഇതിപ്പോൾ ഒരെണ്ണേ കരയുന്നുള്ളൂ. ഒരു വൈകുന്നേരം ഒരു 5:30 ആയി കഴിയുമ്പോഴത്തേനും എല്ലാ മരത്തിലിരുന്ന് ഓരോന്ന് ഇതുപോലെ മത്സരിച്ച് കരയാൻ തുടങ്ങും. ഈ അന്നേരം നമുക്ക് വിൻഡോ ഡോറെല്ലാം ക്ലോസ് ചെയ്തൊന്ന് ഉള്ളിൽ കയറിയാൽ മതി. അങ്ങനെ ഈ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ, ഇതും സ്വിസ് ബ്യൂട്ടിയുടെ തന്നെയല്ലേ. ഇത് ആക്ച്വലി 2-3 സ്വിസ് ബ്യൂട്ടിയുടെ സാധനങ്ങൾ മേടിച്ചപ്പോൾ എനിക്ക് മൈൻഡൊന്നും ചെയ്യുന്നില്ല, എനിക്ക് കിട്ടിയതാണ്. നോട്ട് ഫോർ സെയിൽ ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട്, നോട്ട് ഫോർ സെയിൽ. അത് മേടിക്കും ബിക്കോസ് ഇത് ഫ്രീ തന്നാണ്. ഇതുകൊണ്ട് ഒരു ഐലൈനറും ഉണ്ട്. ഇപ്പം ഈ 2 ഫ്രീ തരുമ്പോൾ നമുക്ക് കളർ ചൂസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. അവർ ഏത് കളറാണോ തരുന്നത് ആ കളർ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. സോ ഇത് ഏത് കളറാണെന്ന് എനിക്കും അറിയത്തില്ല. സോ നമുക്ക് ഇത് എന്താണേലും എൻ്റെ ഫേസിന്, എൻ്റെ ടോണിന് ഇത് ചേരും തോന്നല്ല. നമുക്ക് നോക്കാം, അല്ലെങ്കിൽ ചേരുന്ന ആരെങ്കിലും ഉണ്ട് കൊടുക്കാം. ഇത് ഐബ്രോ പെൻസിലും ലിപ് ലൈനറുമാണ്. ഐബ്രോ പെൻസിലും ലിപ് ലൈനറുമാണ് ഇത്. ഐബ്രോ പെൻസിൽ എങ്ങനത്തെ മേടിക്കേണ്ടത് എനിക്ക് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഐബ്രോസിന് നല്ല സോറി. അപ്പോൾ എൻ്റെ ഐബ്രോസ് ഭയങ്കര തിക്കായതാണ്. ഇതൊരു ഐബ്രോസ് ഞാൻ എഴുതിയിട്ടില്ല. സോ ഞാനൊരു ബ്രൗൺ ആണ്. ഇതിൻ്റെ കൂടെ ബ്ലാക്കിങ് കൂടെ മേടിച്ച് എക്സ്ട്രാ ബ്ലാക്ക് ആവുമോ അല്ലെങ്കിൽ ഭയങ്കര തിക്കനിങ് ആവുമോ, അത് ആർട്ടിഫിഷ്യലായിട്ട് ഫീൽ ചെയ്യുമെന്ന് ഓർത്തിട്ട് ഞാൻ ബ്രൗണാണ് മേടിച്ചത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് അവർ പറയുന്നുണ്ട് നല്ല ബ്ലാക്ക് ഐബ്രോസ് ഉള്ളൊരു ബ്രൗൺ എടുക്കരുത്, ബ്രൗൺ എടുത്ത് നിൽക്കും. ഇത് മാർസിൻ്റെ തന്നെ ലിപ് ലൈനറാണ്. ഇത് ഞാൻ മേടിച്ച എല്ലാ സാധനവും ഭയങ്കര അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള സാധനങ്ങളെ മേടിച്ചിട്ടുള്ളൂ. അത് ബിക്കോസ് ഞാൻ മേക്കപ്പ് ചെയ്യുമെന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ പിന്നെ ഞാൻ ഒരുപാട് റേറ്റൊക്കെ കൊടുത്ത് സാധനങ്ങൾ മേടിച്ചിട്ട് മേക്കപ്പ് ചെയ്തില്ലെങ്കിലും ജസ്റ്റ് ഞാൻ ആകെ ഒരു റേറ്റുള്ള സാധനം മേടിച്ചതെന്ന് എൻ്റെ ഓർമ്മയിലുള്ളത് അത് മോയ്സ്ചറൈസറാണ്. നിങ്ങൾ വരുമ്പോൾ കാണാം. ഇത് ഞാൻ ഒത്തിരി വെയിറ്റ് ചെയ്തിരുന്നൊരു സാധനമാണ്. പക്ഷേ ഇത് ഇത്ര ചെറുതായിരുന്നു ഞാൻ ഓർത്തില്ല. അത് കണ്ടപ്പോൾ എനിക്ക് ഇത്തിരി വലുതുപോലെ തോന്നി. NYBയുടെ 3-in-1 ഗ്ലാം സ്റ്റോക്ക്. ഇതെന്താ പറയുക, ഗ്ലാം സ്റ്റാക്ക്, STACK. നമുക്കറിയില്ല ഗേസ്, ഒന്നും അറിയതാണോ നീ പരിപാടിക്ക് വന്നേന്ന് ചോദിക്കരുത്. ചുമ്മാ ഒരു ആഗ്രഹം, അതുകൊണ്ട് വന്നതാണ്. ഇങ്ങനെ തോന്നും.
അത് കഴിഞ്ഞിട്ട് ഇതെന്താ അറിയോ, ഇത് ബ്ലഷാണ്. പിന്നെ അതിൻ്റെ താഴെ ഇതെന്താണ് ഞാൻ ഇപ്പം പറയാം. കണ്ടപ്പോൾ ആഗ്രഹം തോന്നിയപ്പോൾ അങ്ങ് മേടിച്ചില്ല. ഹൈലൈറ്റർ ഉണ്ട്, അത് എൻഡിൽ ഹൈലൈറ്റർ ഉണ്ട്. പിന്നെ എന്താ കോണ്ടൂറിന് വേറെ എന്തോ പറയും. ഇതാണ് ഹൈലൈറ്റർ. പിന്നെ ഇവിടെയൊക്കെ ഷേപ്പ് ചെയ്യാൻ എടുക്കില്ല. ഇതിന്റെ പുറത്ത് പോലും എഴുതിക്കില്ല എന്തൊക്കെയുള്ളതെന്ന്. മേടിച്ച് എനിക്ക് വെളിവില്ല, തന്ന ഇവർക്ക് വെളിവില്ല. ഓക്കെ, അത് കോണ്ടൂറിന്ന് നമുക്കങ്ങ് വിശ്വസിക്കാം. എൻവൈബയുടെ ഇത് ലിക്വിഡ് കൺസീലറാണ്. ഈ ലിക്വിഡ് കൺസീലറിന്റെ കൂടെ ഫ്രീ ആയിട്ട് കിട്ടിയതാണിത്. ഐലൈനർ. ഇത് ബ്ലൂ കളറാണെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് അവർ ആഡ് കാണിച്ചിരുന്ന ബ്ലൂ കളറാണ്. സോ ഐ ഹോപ്പ് ഇറ്റ്സ് ബ്ലൂ. ലിക്വിഡ് കൺസീലർ ഇതൊക്കെ എൻ്റെ ടോണിന് ചേരും എന്നുള്ള കാര്യം അത് രണ്ടാമതല്ലേ. ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ളത് ഇതിനകത്ത് കാണുന്ന പോലെ അല്ല, ഇത് ഇത്തിരി കൂടി ലൈറ്റാണ്. ശരി, ഇതിൻ്റെ പ്രൊഡക്റ്റ് ഒക്കെ ഞാൻ ടാഗ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, എനിക്കിതൊന്നും അറിയത്തില്ല യൂട്യൂബിൽ എങ്ങനെ ടാഗ് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തിട്ട് ടാഗ് ചെയ്യാം. എനിക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഐലൈനർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് ബ്ലൂ ഒക്കെ ചിലപ്പോൾ നല്ലതായിരിക്കില്ല. ചില വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ചിലർ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കളർ കാണുമ്പോൾ നമുക്ക് ഒരുമാതിരി ഡിസ്കസ്റ്റിങ് അല്ലെങ്കിൽ ഒരു പോലെ തോന്നുമെങ്കിലും നമുക്ക് അവരത് യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേനും എനിക്ക് ഇത്ര ഭംഗിയുണ്ടായിരുന്നു ഈ കളറിന് തോന്നിക്കും. ഐഷാഡോ പാലറ്റ് ഇതൊക്കെ മേടിച്ച് വെച്ചിട്ട് യൂസ് ചെയ്യുന്നില്ലയോ എന്നൊന്നും അറിയത്തില്ല. ബ്രഷാണ് ഗൈസ്. ബ്രഷ് ഇതിൻ്റെ റേറ്റ് 89 റുപ്പീസാണ്. 130 ആയിരുന്നു, അത് 89 ആക്കിയിട്ടുണ്ട് അവർ. ബ്ലെൻഡർ, ബ്യൂട്ടി ബ്ലെൻഡർ. ഇതിനകത്ത് ഇവർ 250 റുപ്പീസ് എഴുതിയേക്കുന്നത്, പക്ഷേ 80 രൂപ 90 രൂപ ആ റേഞ്ചിനാണ് ഞാൻ മേടിച്ചത്. എവ്രിഡേ ഫൗണ്ടേഷൻ, മിസ് ക്ലെയറിൻ്റെ അല്ലേ എവ്രിഡേ ഫൗണ്ടേഷൻ. നോട്ട് ഇൻട്രസ്റ്റഡ്? ശരി, ഓക്കെ. അല്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ എന്ത് ചെയ്താലും എല്ലാവർക്കും പുച്ചാണല്ലോ. സോ മിസ് ക്ലെയറിൻ്റെ എവ്രിഡേ ഫൗണ്ടേഷനാണ്. ഇതും ഓൾമോസ്റ്റ് ഇതിൽ 475 ഇട്ടേക്കുന്നത്, പക്ഷെ അത്ര രൂപയൊന്നും ആയില്ല ഇതിന് ഒരു 200 300 അതിൻ്റെ ഞാൻ ഓർക്കുന്നില്ല കറക്റ്റായിട്ടുള്ള റേറ്റ് ഞാൻ പറയാം. മാർസ് ഫാബുലസിൻ്റെ മസ്കാര. ഇത് ഞാൻ കുറേ ഞാൻ മസ്കാര യൂസ് ചെയ്തിരുന്നത്. എനിക്ക് എക്സ്ക്യൂസ് മീ, ഞാൻ ഇനി ഇതൊക്കെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യണം. പോവല്ല. ഇതാണ് ഞാൻ വെയിറ്റ് ചെയ്ത സാധനമുണ്ട്. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പകുതി ഉള്ളൂ. അത് വേറെ ന്യൂട്രിഡാമിൻ്റെ മോയ്സ്ചറൈസർ. ഇതിന് ഭയങ്കര റിവ്യൂ ആണ്. ഭയങ്കര റിവ്യൂ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഏജിങ്, റിങ്കിൾസ് എല്ലാം ഇത് നോക്കും, ഡ്രൈ സ്കിൻ കണ്ടീഷനൊക്കെ മാറ്റും, സൺബേൺ മാറ്റും എന്നൊക്കെ പറയുന്നു.
എൻ്റെ ഫേസ് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, ഭയങ്കര പിമ്പിൾസ് പിടിച്ച്. ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുക്കാം, ഇവിടെ കൊടുക്കാം. ഫേസ് ചെയ്തു അതായിരുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇതെങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. IBA ഇതിലെങ്ങനെ പ്രൊണൗൺസ് ചെയ്യുന്നത് എനിക്കറിയില്ല. ആക്ച്വലി ഞാൻ ഇതൊക്കെ വീഡിയോയിൽ കണ്ടായിരുന്നു, മറന്നു. ഇത് ഇവയുടെ ഫോട്ടോ പെർഫെക്റ്റ് HD പ്രൈമറാണ്. ഈ പ്രൈമറൊക്കെ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ ഫേസിൽ ഇതുണ്ട്, ഇവിടെയൊക്കെ കുഴിയുണ്ട്. ഇത് കണ്ടറിയാൻ എനിക്കറിയില്ല, ഇവിടെയൊക്കെ കുഴിയുണ്ട്, കുറേ പിമ്പിൾസ് ഒക്കെ വന്നിട്ട് അവിടെ കുഴിയായിട്ടുണ്ട്. അതായത് ചുമ്മാ മേടിച്ച് നോക്കിയിട്ടുണ്ട്. അതിന് മേടിക്കൽ എല്ലാവരും പറഞ്ഞു മേക്കപ്പിൻ്റെ ഫ്ലോലെസ് മേക്കപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യണം. അങ്ങനെ ബാറ്ററി ചാർജ് ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇത് എല്ലാത്തിൻ്റെ റേറ്റൊക്കെ ഞാൻ ഓരോന്ന് അൺബോക്സ് ചെയ്യുന്ന വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തേക്കാം. ആൻഡ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഇനി ഞാൻ പോയിട്ട് പിന്നെ വരാം. ആക്ച്വലി കുറേ വീഡിയോ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ എപ്പോൾ പോസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇതൊക്കെ എപ്പോഴേലൊക്കെ വരുമായിരിക്കും. സോ ടാറ്റാ, ഗുഡ് ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സബ്സ്ക്രിപ്ഷനാണല്ലോ മെയിൻ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലാണല്ലോ എനിക്കിങ്ങനെ മോട്ടിവേഷൻ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ. ഇനി ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന വീഡിയോ കുറേ ലെങ്ത് ആകുന്നില്ല, ഓൾറെഡി ലെങ്ത് ആയി. സോ ടാറ്റാ, ബൈ ബൈ.